ആപ്കെ അദാലത്തിൽ DP യാദവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കഠാര കൊലപാതകത്തിന്റെ പ്രധാന സാക്ഷിയെ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യാദവ് സാർ, ഫെബ്രുവരി 16, 2002 കേസിനെ കുറിച്ച് താങ്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിതീഷ് കഠാര എന്ന ഒരു പാവം പിടിച്ച യുവാവ് കൊല ചെയ്യപ്പെട്ടു. ശിവാനി എന്ന വ്യക്തിയുടെ വിവാഹത്തിന് അയാൾ പങ്കെടുത്തിരുന്നു. ആ വിവാഹത്തിൽ താങ്കളുടെ മകനും ഉണ്ടായിരുന്നു. ആ കൊല താങ്കളുടെ മകനാണ് ചെയ്തതെന്ന് കോടതി ജഡ്ജിമെന്റ് നൽകി. അതെ, ആ വിവാഹത്തിൽ എന്റെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നിരിക്കും. കാരണം ആ പെൺകുട്ടി എന്റെ മകളുടെ ക്ലാസ്മേറ്റാണ്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നത് അത്ര വലിയ കുറ്റമാണോ? ബന്ധങ്ങൾ കൊണ്ട്, സൗഹൃദം കൊണ്ട് വിവാഹത്തിനും മറ്റുമൊക്കെ വന്നു പോകുന്നത് സാധാരണയല്ലേ? പക്ഷേ ഇത് ഒരു കാര്യവുമില്ലാത്തൊരു കുറ്റാരോപണമാണ്. അതായത് എന്റെ മകൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തതുപോലെ. ഇത് മുഴുവനായും ഒരു രാഷ്ട്രീയ പകപോക്കലാണ്. ഞാനിത് വളരെ വിശദമായി പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചാനലിന്റെ സമയം കുറേ പോകും. ഞാൻ ഒരേ ഒരു കാര്യം മാത്രം പറയാം. അതായത് ഈ ഒരു സമയത്തും ഞാനും എന്റെ കുടുംബവും ഒരു നെറികെട്ട രാഷ്ട്രീയ ചതിക്കിരയായിട്ടുണ്ട്. അതേ ദിവസം അതേ രാത്രി വികാസ് യാദവും ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് വോട്ടെണ്ണൽ ദിവസമായിരുന്നു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. എന്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നിയ നിമിഷം. എന്റെ മകൻ ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയെ റൺ ചെയ്യുന്നയാളായിരുന്നു. അവനെ പ്ലാൻ ചെയ്ത് അന്ന് അറസ്റ്റ് ചെയ്യുന്നു. അതായത് വോട്ടെണ്ണൽ ദിവസം തന്നെ. ഇത് ജനങ്ങൾക്കറിയില്ല. യാദവ് സാർ, ഇത് സത്യമാണോ? പറയൂ. ആ വിവാഹത്തിൽ നോക്കുകയാണെങ്കിൽ താങ്കളുടെ മകളും ഉണ്ടായിരുന്നു. അതെ, താങ്കളുടെ മകനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ അവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അതായത് ആ വിവാഹത്തിൽ നിതീഷ് കഠാരെ ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല, കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. താങ്കളുടെ മകൾ ഭാരതി യാദവും നിതീഷ് കഠാരയും വളരെ ക്ലോസ് ആയിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാം. മക്കൾ മീഡിയ നോക്കുന്ന പോലെയുള്ള കണ്ണുകളില്ല. നിങ്ങളെപ്പോലെ ഞാൻ എല്ലാ കാര്യവും അറിയുന്ന ആളല്ല. ഇത് മഹാഭാരത കാലവുമല്ല. അതായത് സഞ്ജയനുണ്ടായിരുന്ന ദൈവിക കാഴ്ച പോലെ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം, എനിക്കില്ല. ഞാൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കെങ്ങനെ അറിയാനാ? അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാനിപ്പോൾ പറയാം. അതിന് തെളിവായി ഇതാ ഈ ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോയിൽ താങ്കളുടെ മകളും മരുമകൻ വിശാലും ഉണ്ട്. ഞാൻ എന്റെ കുടുംബത്തെക്കുറിച്ച് മുഴുവനായും പറഞ്ഞല്ലോ. ഞാൻ എതിർത്തില്ലല്ലോ. അല്ലല്ല, ഈ ഫോട്ടോയിൽ നോക്കൂ, താങ്കളുടെ മകളും നിതീഷും ഉണ്ട്. അല്ല, ഇതിൽ എന്താ ഇപ്പൊ തെറ്റുള്ളത്? ഒരു വിവാഹ വീട്ടിൽ നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോയും ഉണ്ട്. ഒരു കാര്യം മാത്രം പറയൂ, താങ്കളുടെ മകൾക്കും നിതീഷ് കഠാരയ്ക്കും നടുവിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് വെറും കുറ്റാരോപണം മാത്രമാണ്. അതായത് ഇതൊരു അലിഗേഷനാണ്. ഈ കുറ്റാരോപണം സത്യത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഒരു പ്രാവശ്യം ആ ഫോട്ടോ ഒരു മിനിറ്റ് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഫോട്ടോയിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നീലം കഠാര ജസിക ലാലിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. നിങ്ങൾ നിതീഷ് കഠാരയുടെ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. സർ, എനിക്ക് ഈ കാര്യമൊക്കെ അറിയാം സർ. ഞാൻ താങ്കളുടെ അടുത്ത് സിമ്പിൾ ആയിട്ട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാം. താങ്കൾ ഈ കാര്യത്തെ എതിർക്കുകയാണോ? അതായത് ഈ ഫോട്ടോ കണ്ടതിന് ശേഷവും? ശരി, പിന്നെ നിങ്ങൾ പറയൂ, ഈ ഫോട്ടോ ആരോടൊപ്പമാണ് വേണ്ടതെന്ന്, എങ്ങനത്തെ സ്ഥലത്താണെന്ന് പറയൂ. അതായത് ഈ ഫോട്ടോ കണ്ടതിന് ശേഷം കമ്പ്യൂട്ടറിൽ ആയിരക്കണക്കിന് എക്സ്പെർട്സ് ഉണ്ട്. കണ്ടതിന് ശേഷം താങ്കൾ ഇങ്ങനെ പറയുക. ഉത്തരം ജനങ്ങൾ പറയട്ടെ, അതുപോലെ കോടതിയും പറയട്ടെ. ഈ ഫോട്ടോയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണോ താങ്കൾക്ക് തോന്നുന്നത്? അതാണ് എന്റെ വിഷമം. നിങ്ങൾ കോടതിയെ വിധി പറയാൻ അനുവദിക്കുന്നില്ലല്ലോ. ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോട്ടോ എല്ലാം കണ്ടതിന് ശേഷം നിതീഷിനും ഭാരതിക്കും നടുവിൽ ക്ലോസ് ആയ സൗഹൃദം ഉണ്ടെന്നുള്ളത് എതിർത്തില്ലല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കാം. ഞാൻ എതിർത്തില്ലല്ലോ. ഞാൻ പറയുന്നത് ഇത് കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഈ ഫോട്ടോ ശരിക്കും ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഫോട്ടോ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അത് മറ്റൊരു കാര്യം. ഇത് സൃഷ്ടിക്കപ്പെട്ട ഫോട്ടോ ആണെന്നാണോ താങ്കൾ പറയുന്നത്? ഒരു പ്രാവശ്യം താങ്കൾക്ക് കുടുംബത്തിന്റെ പേരിലും ചുമത്തപ്പെട്ടോ? അതായത് എന്റെ മകന്റെ പേരിൽ ചുമത്തപ്പെട്ട അലിഗേഷൻ പറയൂ. പിന്നെ ഗാസിയാബാദിൽ നടന്നൊരു വിവാഹത്തിൽ നിന്ന് ഒരു യുവാവിനെ കാറിൽ കടത്തിക്കൊണ്ട് പിന്നീട് അവനെ ഡൽഹിയിലേക്ക്, എവിടേക്ക്? എന്റെ അടുക്കലേക്ക്. അതിനുശേഷം അവനെ കാസിയാബാദിലേക്ക് കൊണ്ടുപോയി. കാസിയാബാദിൽ നിന്ന് ബുലൻസർ ഇന്ന് ഗുരുജ. പിന്നെ ചുറ്റിയിൽ ഉപയോഗിച്ച് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ശരി, പോസ്റ്റ്മോർട്ടം ഡോക്ടർ എന്താ പറഞ്ഞത്? അത് നിങ്ങൾ എന്തെങ്കിലും ശരിക്കും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആ കേസിന്റെ ഉള്ളടക്കം എന്താ നിങ്ങൾക്കറിയോ? യാദവ് സാർ, ഈ കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ എല്ലാവർക്കും അറിയാം. വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. വെറുതെ വായിൽ വരുന്നൊന്നും വിളിച്ചു പറയരുത്. അതായത് നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കിയാൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് മെസ്സേജ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യമാണെന്ന് മനസ്സിലാക്കി മീഡിയയിൽ എന്ത് വേണമെങ്കിലും വിളിച്ചു പറയൂ. അതായത് മനു ശർമ്മയ്ക്ക് ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ
ഇവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ നിതീഷ് ഒരു കട്ടാരിയുടെ മിനിറ്റ്, കേസിനെ ഞാൻ കുറിച്ചാണ് പറയട്ടെ, സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ മാത്രം പറയട്ടെ. ഞാൻ ചോദിക്കാം. ഒരുപക്ഷേ താങ്കൾ കോടതി ഈ അവനെ കേസിന്റെ ശരി, അത് പോട്ടെ. പൂർണ്ണമായ നിങ്ങൾ കോടതിയെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാനൊരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ഞാൻ റോഡിൽ നിന്ന് കയറി വന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നീതിപീഠത്തെ കുറിച്ച് എന്താണ് കരുതുന്നത്? ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്. ഈ കാര്യം സത്യമാണോ? ഭാരതി യാദവ് എന്ന വ്യക്തി ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണോ? നിങ്ങൾക്ക് ശരിക്കും ഈ കാര്യം അറിയില്ലല്ലോ. ഞങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കേസ് ആരംഭിച്ച് 2 മാസത്തിനകം ഭാരതി അതിൽ സാക്ഷിയാക്കിയത്. സാക്ഷി തന്നെയാണ്. പക്ഷേ നീലം ഖഡാറിന്റെ രണ്ടാമത്തെ മകനും അതിലൊരു സാക്ഷിയാണ്. കോടതി എന്താണ് പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകൂ. അതായത് താങ്കൾ സാക്ഷി ആയതിനു ശേഷം ഭാരതിയെ രാജ്യത്ത് നിന്നും പറഞ്ഞയച്ചോ? അങ്ങോട്ട് പറയുന്നത് കേൾക്കാത്തത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകൂ. നിതിൻ കട്ടാര, നീലം കട്ടാരയുടെ രണ്ടാമത്തെ മകനും ഇതിലൊരു സാക്ഷിയാണ്. ആ സാക്ഷി എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിരുന്നോ? കോടതിയുടെ ഏതെങ്കിലും ഉത്തരവ് നിങ്ങൾ കണ്ടിരുന്നോ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മീഡിയയിലോ പേപ്പറിലോ ന്യൂസിലോ ആ സാക്ഷി ഹാജരാക്കാൻ ശ്രമിച്ചിരുന്നോ? അതിനുള്ള സ്റ്റെപ്പ് എടുത്തിരുന്നോ? അങ്ങനെയൊന്നും നടന്നില്ല. DP യാദവിന്റെ മകളായതുകൊണ്ട് വാറണ്ട് അയക്കാന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറയൂ, ഇതുവരെ ഒരു സാക്ഷിക്ക് വാറണ്ട് അയച്ച ഒരു പക്ഷേ താങ്കളുടെ മകൾ. എന്റെ ഉള്ളിലും ഇതുപോലുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ മാസങ്ങളെടുത്ത് തയ്യാറാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ പേപ്പർ കെട്ടുണ്ട്. പക്ഷേ DP അത് വെറും കൈയോടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, താങ്കളുടെ കയ്യിൽ ക്രിമിനൽ മാനുവൽ പുസ്തകമുണ്ട്. ഞാൻ CRPC കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഞാൻ തീർച്ചയായും ഉത്തരം പറയും. അതും തെളിവോടുകൂടി പറയും. അതുകൊണ്ടാണ് CRPC കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കൊണ്ടുവന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് കോടതിയുടെ തീരുമാനമല്ലേ? കോടതി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഭാരതി യാദവ് ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ് നിതീഷ് കട്ടാര മർഡർ കേസിൽ. പക്ഷെ താങ്കൾ ഭാരതിയെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് അയച്ചു. കോടതി വീണ്ടും വീണ്ടും വിളിപ്പിച്ചിട്ടും താങ്കൾ അവരെ വിദേശത്തു നിന്ന് തിരിച്ചു കൊണ്ടുവന്നില്ല. ഒരു കുട്ടി ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ ആ കുടുംബത്തിനും അതിനുള്ള യോഗ്യതയും സൗകര്യവും ഉണ്ടെങ്കിൽ അയക്കട്ടെ. അതിലെന്താ തെറ്റ്? പക്ഷെ കോടതി അവരെ പ്രധാന സാക്ഷിയായിട്ട് വിളിക്കുമ്പോൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം. അതായത് കോടതിയുടെ കാര്യം രജത് സാർ, അവിടെ കേസ് പെൻഡിംഗ് വേണ്ട, നിങ്ങൾ എന്ത് വേണേലും പറയും. ഞങ്ങൾ എങ്ങനെയാണ് കോടതിയെ ചോദ്യം ചെയ്യുക? ഞങ്ങൾ കോടതിയെയും നിയമത്തെയും ബഹുമാനിക്കുന്നവരാണ്. നിങ്ങൾ അതിനും മുകളിൽ പോയി വിധി പറയുന്നവരല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഞാനെന്താ ചോദിക്കുന്നത്? അതായത് കോടതി എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് അംഗീകരിക്കും. കോടതി എന്തു പറഞ്ഞാലും അതിനെതിരെ വിധി പറയാൻ ഞങ്ങൾ ആരാണ്? സത്യമായിട്ടും കോടതി ഭാരതി യാദവ് ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാണ്, ഇവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ താങ്കൾ എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് അവിടെ നിന്ന് ഭാരതി തന്റെ അമ്മാവൻ വഴി ഒരു റിക്വസ്റ്റ് കോടതിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതായത് വീഡിയോ കോൺഫറൻസ് വഴി നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഇന്നീ ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ മുഖാമുഖം ഇരുന്നാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പൊതുജനങ്ങളുടെ മുന്നിൽ നേർക്കുനേരിരുന്നാൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഇത്ര വ്യക്തമായി നമ്മളെ കാണാൻ കഴിയാതെ പോകും. നിങ്ങളുടെ ഈ സുന്ദരമായ മുഖം അവർക്ക് കാണാൻ കഴിയുമോ? അതോ എന്റെ മുഖം കാണാൻ കഴിയുമോ? ഇപ്പൊ മീഡിയയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇന്നത്തെ ലോകത്തെ എല്ലാ സൗകര്യങ്ങളും ഇഷ്ടംപോലെ. സാർ, താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് മീഡിയയുടെ ജോലിയല്ല, കോടതിയുടെ ഉത്തരവാണ്. അതായത് ഭാരതി യാദവിനെ സാക്ഷിയായി കൊണ്ടുവരണമെന്ന് താങ്കൾ രക്ഷപ്പെടാൻ നോക്കിയാണ്. ഇതും കോടതിയിൽ വെച്ചൊരു റിക്വസ്റ്റാണ്. പക്ഷേ എനിക്കിതിൽ വേദന എന്താന്ന് വെച്ചാൽ, അതായത് അന്യായം ഞങ്ങൾക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. 4 വർഷമായി എന്റെ മകൻ ജയിലിൽ കിടക്കുകയാണ്. അതായത് ഏക മകൻ, കുടുംബത്തിനു വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരുന്ന ഏക മകൻ, ഇൻഡസ്ട്രിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ, അവൻ 4 വർഷം ജയിലിൽ കിടന്നാൽ ആ വേദനയും വിഷമവും എങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഒരു കൊല നടത്തിയിട്ട് ഒരാളുടെ പേരിൽ വ്യക്തമായി, അതായത് ഒരു ഭാഗം നോക്കിയാൽ ഇങ്ങനെ, അതായത് നേരിട്ട് ആരും കണ്ടിട്ടില്ല, എതിരെ യാതൊരു സാക്ഷികളുമില്ല, പക്ഷേ ഒരു കുറ്റവാളിയായി നിർത്തിയിരിക്കുകയാണ്, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് മറ്റൊരു ഭാഗം നോക്കിയാൽ അവൻ എന്താണ് സംഭവിച്ചത്, അതെങ്ങനെ സംഭവിച്ചു, ശരിക്കും എന്താ ഏതാന്ന് ആർക്കും തന്നെ അറിയില്ല. പക്ഷേ അവനെ ജയിലിലാക്കാൻ വേണ്ടി എല്ലാ പവറും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സാർ, നിങ്ങളോട് പേടി കൊണ്ടാണ് ആരും നിങ്ങളോട് പറയാനുള്ളത് പറയട്ടെ. എനിക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ ജയിലിലാണെന്നുള്ളതുകൊണ്ട് വിഷമത്തിലാണ് നിങ്ങൾ. അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുകയാണെങ്കിൽ 2 വർഷമായാലും 14 വർഷമായാലും ശിക്ഷ അനുഭവിച്ച ശേഷം വന്നോളും. പക്ഷേ ഒരു മകനെ നഷ്ടപ്പെട്ട കുടുംബത്തെ ആരാണ് നോക്കുക? അല്ല, ഇതില് വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാ, അവൻ നിരപരാധിയായിരുന്നിട്ട് കൂടി 14 വർഷം ശിക്ഷ. അവനും അതിൽ നിരപരാധിയാണല്ലോ. നിതീഷ് കട്ടാരിയും നിരപരാധിയാണല്ലോ. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്?
അവന് ഞാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ശിക്ഷ നൽകിയത്? നിങ്ങൾ യാദവ് നല്ലൊരു സാർ, വിശദീകരണം രാജേഷ് നൽകേണ്ടതല്ലേ? കട്ടാര ഞാൻ കുറ്റം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ മകളുടെ അടുത്ത് സൗഹൃദം വെച്ചത് നോക്കൂ, മാത്രമാണ്. ഞാൻ ഒരു കുറ്റത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ഒരിക്കലും അതിന് നിൽക്കില്ല. ദേ നോക്ക് അതായത് സാറേ, ഞാൻ ഇല്ലാതെ കുറ്റം- ഒരിക്കലും പുക വരില്ലല്ലോ. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നത് എന്നാണോ അതെ, പറയുന്നത്? അതെ എന്തുകൊണ്ടാ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അതെ അതെ. എന്റെ അറിവില് പക്ഷേ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഇവിടെ വെച്ചാൽ- നോക്കുകയാണെങ്കിൽ 85 എംപിമാരുണ്ട്. പാർട്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാത്തത്? 85 ജനങ്ങളുടെ എംപിമാർ. മനസ്സിലുള്ള ഒരു വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചോദിക്കൂ. അതായത് താങ്കളുടെ മകൻ ഒരു പക്ഷേ കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ ഭാരതിയെ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് അല്ലല്ല, നിർത്താമല്ലോ. ഇതൊക്കെ കോടതിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു. എന്റെ വിഷമം ഇതിൽ എന്താണെന്ന് മറ്റൊരു വെച്ചാൽ- കാര്യം, കോർട്ട് വാറന്റ് ഇഷ്യൂ അല്ല, ചെയ്യുന്നതുപോലെ എനിക്ക് അതുകൊണ്ടാണ് വിഷമം ഉണ്ടായത്. അതായത് ഒരു വിറ്റ്നസിനെതിരായി വാറണ്ട് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. പക്ഷേ ഗുൽഷൻ കുമാർ, അദ്ദേഹം ഒരു വ്യവസായ പ്രമുഖനാണ്, ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. അദ്ദേഹം നോയിഡയിൽ ഒരു വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹം ബോംബെയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. ഈ കേസിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യപ്പെട്ടില്ല അക്യൂസ്ഡിനെതിരായി. പക്ഷേ ഈ കേസിന്റെ കാര്യം യാദവ് സാർ, എടുത്താൽ- താങ്കൾ എല്ലാ കേസും മിക്സ് ചെയ്യാണ്. പക്ഷെ ഭാരതിയെ മറച്ചു വെച്ചതിനെ കുറിച്ച് താങ്കൾ ഒന്നും തന്നെ പറയുന്നതേ ആര് ഇല്ല. ഞാൻ എന്തിനാണ് അവളെ ഒളിപ്പിച്ചു വെക്കാൻ പോകുന്നത്? ഭാരതിക്ക് അവരാണ് വാറണ്ട് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റിന് തനിയെ അതിനുള്ള മറുപടി കിട്ടും. താങ്കൾ ചോദിക്കൂ. ലാസ്റ്റ് റോയിൽ ഇവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയാതെ ചുറ്റി വളഞ്ഞ് പറയുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ. വെറുതെ ആരാ കുറ്റം ചുമത്തുന്നേ? അതായത് യഥാർത്ഥത്തിൽ സാർ, തീയില്ലാതെ പുകയുണ്ടാവില്ല, അല്ല, അതറിയാനല്ലേ സാർ? അതായത് ആദ്യമായി ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് അക്ഷരശുദ്ധി വേണം. ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇക്കാര്യം തന്നെ അവരും താങ്കളോട് പറയാമല്ലോ. പക്ഷേ- താങ്കൾ ഒരു പെൺകുട്ടി അല്ല, മദ്യം അതല്ല. വിളമ്പിയതായി കുറ്റം അവർ ആരോപിക്കുന്നു. പറഞ്ഞു വരുന്നത്- താങ്കളുടെ ഭാഷയിലും കുറച്ച് മാന്യതയാവും. അത് ശരി. അത് ഞാൻ കുറ്റം ആരോപിച്ചിട്ടില്ല. അത് മീഡിയ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ പറഞ്ഞ ഈ റെസ്റ്റോറന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ വന്ന വിവരമാണ്. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. യാദവ് സാർ, താങ്കൾ വീണ്ടും അതായത് വീണ്ടും മറ്റുള്ള സാർ, ഒരു കാര്യങ്ങളിലേക്കാണ് മിനിറ്റ്. പോകുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം അറിയോ? താങ്കൾ സാർ, ചോദിക്കൂ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഈ കാര്യം അറിയോ? അതായത് ക്യാമറൻ കോർട്ടിൽ എന്താണ് നടന്നതെന്നുള്ളത്? നോക്കൂ സാർ, ആ നമ്മളിപ്പോ കോടതിയിൽ അതിനെ കുറിച്ചല്ല എന്താണ് നടന്നതെന്നുള്ളത് സംസാരിക്കുന്നത്. നിതീഷ് ഞാൻ കട്ടാരയുടെ അവര് കേസിനെ ചോദിക്കുന്ന കുറിച്ചാണ് ചോദ്യത്തിന് ഉത്തരം പറയാം. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നുണ്ടല്ലോ.